അദ്ധ്യായം 71. നൂഹ്. മക്കയിൽ അവതരിച്ചത്. നൂഹ് നബിയുടെ പ്രബോധനവും അദ്ദേഹത്തിന്റെ ജനതയുടെ പ്രതികരണവുമാണ് ഈ അദ്ധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭക്തിപൂർണമായ ജീവിതത്തിനായി സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുന്നു. നേരിന്റെ പാതയിൽ അടിയുറച്ച് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അവന്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളിൽ അഞ്ചാമതായി നാം ഏവരും വിശ്വസിച്ചിരിക്കേണ്ടുന്ന കാര്യമാണ് അൽ-ഈമാനു ബിൽ യൗമിൽ ആഖിർ. അന്ത്യദിനത്തെ സംബന്ധിച്ചും നമുക്കെല്ലാവർക്കും പോയി നിൽക്കേണ്ടുന്ന ആ വലിയ മഹാസഭയെ സംബന്ധിച്ചുമുള്ള അചഞ്ചലമായ ബോധവും വിശ്വാസവും നമ്മെ നന്നാക്കി തീർക്കുന്നതും നമ്മെ നല്ലവരാക്കി തീർക്കുന്നതുമൊക്കെ ആ ബോധമാണ്, ആ ധാരണയാണ്, ആ അചഞ്ചലമായ വിശ്വാസമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നല്ലവനായി ജീവിക്കുന്ന മനുഷ്യൻ തന്നെ ഇവിടെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുകയാണ്. എന്നാൽ ഒരുപാട് ദുഷിച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ദുർവൃത്തരായ ആളുകൾ ഇവിടെ ഒട്ടേറെ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുകയാണ്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ പലപ്പോഴും തോന്നാറുള്ള ഒരു വികാരമുണ്ട്.
അല്ലാഹുവേ, ഈ ലോകം കൊണ്ട് പോരല്ലോ, ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകുന്ന ഒരു നാള് അനിവാര്യമാണല്ലോ. ഈ ലോകം പലപ്പോഴും പണമുണ്ടെങ്കിൽ, പ്രതാപമുണ്ടെങ്കിൽ, സ്വാധീനമുണ്ടെങ്കിൽ ആർക്കും എന്തും നേടാവുന്ന ലോകമാണ്. പണവും സ്വാധീനവും പ്രതാപവും ഇല്ലാത്തവൻ പലപ്പോഴും അപമാനിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുന്ന ലോകമാണ്. ചൂഷണങ്ങളുടെയും ഇടത്തട്ടുകാരുടെയും അഴിമതിക്കാരുടെയും സ്വജനപക്ഷപാതികളുടെയും അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് സ്വേച്ഛാധിപതികളായി വാഴുന്ന ആളുകളുടെയുമൊക്കെ കൈപ്പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുനിയാവിൽ ജീവിക്കുന്ന വിശ്വാസി നെടുവോർപ്പോടുകൂടി അവൻ എപ്പോഴും ആശ്വാസം കണ്ടെത്തുന്നത്, സൂറത്തുൽ ഫാത്തിഹയിലൂടെ അവൻ എപ്പോഴും ഓർക്കുന്നത്, പരമകാരുണികനും കരുണാനിധിയുമായ നാഥൻ, സർവലോകങ്ങളുടെയും രക്ഷിതാവായ നാഥൻ, അവൻ മാലിക് യൗമിദ്ദീനാണല്ലോ എന്നതോർത്തുകൊണ്ടാണ് അവൻ ഏറെ നാഥനെ സ്തുതിക്കുന്നത്. അന്ത്യമായ ഒരു ദിനം വരാനുണ്ട്, പ്രതിഫലം നൽകുന്ന ഒരു നാള് വരാനുണ്ട്. നന്മ ചെയ്തവർക്ക് കൃത്യമായി ഒരളവും കുറയാത്ത പ്രതിഫലം, തിന്മയുടെ വക്താക്കൾക്ക് ഒരളവ് പോലും കുറയാതെ അതിനോട് നീതിപൂർവമായ രൂപത്തിലുള്ള പ്രതിഫലം. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. അണുത്തൂക്കന്മാര് നന്മ ചെയ്തോ അതവൻ കാണുന്ന ലോകം, അണുത്തൂക്കന്മാരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണേണ്ടി വരുന്ന ലോകം. അങ്ങനെ ഒരു ലോകമുണ്ടെന്നോർക്കുന്ന വിശ്വാസിയുടെ മനസ്സിൽ ആശ്വാസമാണ്. ഈ ലോകം പ്രതിഫലത്തിന്റെ ലോകമല്ലല്ലോ. ഈ ലോകത്തെന്ത് പ്രയാസം ഞാൻ അനുഭവിച്ചാലും, കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും എന്നെ വേട്ടയാടിയാലും, നാഥാ നിന്നിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് നീതി കിട്ടുന്ന ഒരു ലോകമുണ്ടല്ലോ. ഇവിടെ തിന്മകൾ ചെയ്തിട്ടുള്ള ആളുകൾ, കൊലപാതകികൾ, കൊള്ളക്കാർ, കവർച്ചക്കാർ, രാജ്യത്തെ മുഴുവൻ കട്ടുമുടിക്കുന്നവർ, പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവന് ഹാനി വരുത്തുന്നവർ, ഒരു തലമുറക്ക് പോലും എണ്ണിത്തീർക്കാൻ സാധ്യമല്ലാത്തത്ര ദുരന്തങ്ങൾ വിതച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയിട്ടുള്ള നിഷ്ഠൂരന്മാർ, അവർക്കൊക്കെ റബ്ബേ ഈ ലോകത്തൊരു ശിക്ഷ ഞങ്ങൾ കാണുന്നില്ലല്ലോ. ആ ഘട്ടത്തിലും മനുഷ്യന്റെ മനസ്സ് പറയുന്നു, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമയായ നാഥനുണ്ടല്ലോ, ആ ലോകത്ത് ഇതിനെല്ലാം കണക്ക് തീർക്കപ്പെടും. അങ്ങനെ ഒരു ലോകമുണ്ടെന്ന വിശ്വാസം, അതാണ് ഈ ലോകത്ത് മനുഷ്യന് നന്മയിലേക്ക് ധാരാളമായി പ്രചോദിപ്പിക്കുന്ന പ്രചോദകം. തിന്മയിൽ നിന്നവനെ തടയുന്നത് ആ വിശ്വാസമാണ്. മനുഷ്യർക്കിവിടെ നന്മക്ക് ശരിയായ പ്രതിഫലം കിട്ടാനുള്ള വേദി ഈ ലോകത്തില്ല. ഇവിടെ ആർക്കാണ് മനുഷ്യന്റെ മനസ്സ് വായിച്ചുകൊണ്ട് പ്രതിഫലം കൊടുക്കാൻ സാധിക്കുക? ഒരു പള്ളിയിൽ തന്നെ ഒരേ സഫിൽ നമസ്കരിക്കുന്ന ആളുകളുടെ നമസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, പക്ഷേ കാഴ്ചയിൽ ഒരുപോലെയാണ്. അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഒരേ പള്ളിയിൽ ഒരേ ജമാഅത്തുകളിൽ പങ്കെടുത്ത ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ വളരെയേറെ വ്യത്യാസങ്ങളായി മാറുന്നത് ആ ജമാഅത്തുകളിൽ പങ്കെടുത്തവരുടെ മനസ്സുകൾ വായിച്ച് കൂലി കൊടുക്കാൻ സർവശക്തനായ നാഥന്റെ അടുക്കൽ മാത്രം സംവിധാനമുള്ളതുകൊണ്ടാണ്. ഈ ലോകത്ത് അതിന് സംവിധാനങ്ങളില്ല. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ വധിച്ച ആളുകളെയും ഈ ലോകത്ത് എല്ലാ ചൂഷണക്കാരുടെയും ഇടത്തട്ടുകാരുടെയും രാഷ്ട്രീയ മേലാളന്മാരുടെയും ദുസ്വാധീനക്കാരുടെയും അതുപോലെയുള്ള എല്ലാ രൂപത്തിലുള്ള ഇടത്തട്ടുകാരിൽ നിന്നും രക്ഷപ്പെട്ട് കോടതിയിൽ എത്തിപ്പെട്ട്, കോടതിയിൽ നിന്ന് അത്യുന്നത കോടതിയിൽ എത്തിപ്പെട്ട് അവിടെയും ഒരാളുടെയും സ്വാധീനം നടപ്പില്ലാത്ത വിധത്തിൽ കൃത്യമായി അയാളെ കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പോലും ആ ഒരു മനുഷ്യനെ കൊല്ലുക എന്നതിലപ്പുറം ആയിരങ്ങളെ കൊന്നവൻ അതിന്റെ ശിക്ഷ, പതിനായിരങ്ങളെ കൊന്നൊടുക്കിയവൻ അതിന്റെ ശിക്ഷ, തലമുറകൾ പോലും നീണ്ടു നിൽക്കുന്ന നിലക്ക് മാരകമായ വിഷബീജങ്ങൾ കൊണ്ട് ദുരന്തങ്ങൾ വിതച്ച ആളുകൾക്ക് അതിനടുത്തുള്ള ശിക്ഷ നൽകാൻ ഈ രാജ്യത്തെന്ത് സംവിധാനമാണുള്ളത്? ഒരു സംവിധാനവുമില്ല. അതുകൊണ്ട് ആ സംവിധാനം ഒരുക്കിയ നാഥനെ സ്തുതിക്കുകയാണ് മുസ്ലിമീങ്ങൾ എല്ലാ ദിവസവും. അൽഹംദുലില്ലാഹ്,
സർവസ്തുതിയും അല്ലാഹുവിനാണ്. കാരണം അവൻ മാലിക് യൗമിദ്ദീൻ, ശരിക്കും നീതി കിട്ടുന്ന ഒരു ലോകത്തിന്റെ ഉടമയാണവൻ. അവിടെയാണ് നീതി കിട്ടുന്ന ആ ഒരു ലോകം, അത് സംഭവിക്കാനിരിക്കുന്നതാണ്. ഈ ലോകത്തിന്റെ നാശം, ഇവിടെയുള്ള സർവത്തിന്റെയും നാശം, അത് കൃത്യമായി വരച്ചു കാണിക്കുന്ന അധ്യായങ്ങൾ പരിശുദ്ധ ഖുർആനിലെമ്പാടുമുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സറഹു അൻ യൻളുറ ഇലാ യൗമിൽ ഖിയാമ കഅന്നഹു റഅയു ഐനിൻ ഫൽയഖറ ഇദാ ശംസു കുവിറത് വഇദാ സ്സമാഉ ഫതറത് വഇദാ സ്സമാഉ ശഖത്. ഖിയാമത്ത് നാൾ നടക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ, കൺകൊണ്ട് കാണുന്നത് പോലെ അന്ത്യനാളിന്റെ സംഭവ വികാസങ്ങൾ ഇപ്പോൾ തന്നെ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അവനതാ പാരായണം ചെയ്യട്ടെ. ഇദശംസു കുവ്വിറത്ത് എന്ന അധ്യായം, ഇദസ്സമാഉൻ ഫതറത്ത് എന്ന അധ്യായം, ഇദസ്സമാഉൻ ശഖത്ത്, ആകാശം പൊട്ടിപ്പിളരുന്ന ദിവസം, സൂര്യൻ അതിന്റെ പ്രകാശം പൊലിയുന്ന ദിവസം, ആകാശത്തിന് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ, ആകാശഭൂമികളിൽ മാറ്റം വരുന്ന ദിവസം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഗൗരവത്തോടെ വരച്ച് കാണിച്ച അധ്യായങ്ങളാണ്. ഖിയാമത്ത് നാളിന്റെ ഭീകരമായ ദൃശ്യങ്ങളെ കൺകൊണ്ട് കണ്ട പോലെ വരച്ച് കാണിച്ച അധ്യായങ്ങളാണ് ഈ കേട്ട ഇൻഫിത്താറും ഇൻഷിത്താഖും അതേപോലെയുള്ള തക്വീർ എന്ന പേരിലൊക്കെയുള്ള അധ്യായം. ലോകത്തിന്റെ മഹാനാശം സംഭവിക്കാൻ പോകുമ്പോൾ അതേതെങ്കിലും ഒരു ദിക്കിലോ ഏതെങ്കിലും ഒരു പ്രദേശത്തോ നടന്ന കേവലം അല്പസെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന, മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന സുനാമികളെപ്പോലെയോ അതേപോലെയുള്ള ആ നിലക്കുള്ള പ്രത്യേകമായ പ്രകമ്പനങ്ങളെപ്പോലെയോ ആയിരിക്കില്ല. രാജ്യത്തൊരിടത്തൊരു പ്രശ്നമുണ്ടായാൽ മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട് രക്ഷപ്പെടുന്നവർക്ക്. പക്ഷേ ആ സമയം വരുമ്പോൾ ലോകം മുഴുവനാണ് കിടുകിടാ വിറപ്പിക്കപ്പെടുന്നത്. ഭൂമി മുഴുവനാണ് മറ്റു രൂപത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് മാറ്റപ്പെടുന്നത്. എവിടേക്ക് ഓടിപ്പായാനാണ്, എവിടേക്ക് രക്ഷപ്പെടാനാണ്? ഒരു നിലക്കും നിവൃത്തിയില്ലാത്ത, എല്ലാത്തിനെയും മാരകമായ നിലക്ക് അട്ടിമറിക്കപ്പെടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. ആ ദിവസം നടന്നു കഴിഞ്ഞാൽ ആ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഊത്തിലൂടെ ഇവിടെയുള്ള സർവ്വതും നശിക്കുകയാണ്. ഒന്നാമത്തെ ഊത്തിലൂടെ തന്നെ സർവ്വതും നശിക്കുകയാണ്, എല്ലാം തകർന്നടിയുകയാണ്. പിന്നീട് സുമ്മനുഫിഖ ഫീഹി ഉഖറാ, രണ്ടാമത്തെ റൂത്ത് സംഭവിക്കുമ്പോൾ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, അതാ എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ് അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് എല്ലാവരും പുറത്തു വരുന്ന ഭയാനകമായ ആ ദിവസം. വാശറഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ വവുദിയൽ കിതാബ് വജീഅ ബിന്നബിയ്യീന വശുഹദാഇ വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഹും ലാ യുദ്ലമൂൻ. അതാ ഭൂമി മാറ്റങ്ങൾക്ക് വിധേയമായതിന്റെ ശേഷമുള്ള ഭൂമി അതിന്റെ റബ്ബിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിതമാകുന്ന ദിവസമാണ്. മനുഷ്യന്മാര് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ രേഖകൾ അവർക്ക് മുമ്പിൽ നിവർത്തപ്പെടുന്ന ദിവസമാണ്. അതാ സർവാംബിയാക്കളും സാക്ഷികളായി കൊണ്ടുവരുന്ന ദിവസമാണ്. അതേപോലെയുള്ള സാക്ഷികൾ ഹാജരാക്കപ്പെടുന്ന ദിവസമാണ്. എല്ലാം നീതിയോടുകൂടി സത്യമായ നിലക്ക് വിധിക്കപ്പെടുന്ന ദിവസമാണ്. ഒരാളോടും അല്പം പോലും അനീതി കാണിക്കപ്പെടാത്ത ദിവസമാണ്. വഉഫിയത്ത് കുല്ലു നഫ്സിൻ മാ അമിലത്, ഓരോ ആത്മാവും എന്താണ്, ശരീരവും എന്താണ് പ്രവർത്തിച്ചതെങ്കിൽ അതിന് കൃത്യമായ പ്രതിഫലം, ഒരാളോടും അനീതി നൽകപ്പെടാത്ത നിലക്ക് കൃത്യമായ പ്രതിഫലം നൽകപ്പെടാൻ റബ്ബതിനെ സംബന്ധിച്ച് വിവരമുള്ളവാദനാണ്. എല്ലാവരുടെ പ്രവൃത്തികളെ സംബന്ധിച്ചും ഒന്നഴിയാതെ വീക്ഷിച്ച് എല്ലാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ നാഥൻ. വഹുവ അഅലമു ബിമാ യഫ്അലൂൻ, സർവ മനുഷ്യരുടെയും എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ കൃത്യമായി അറിയുന്ന നാഥനാണ് അന്ന് വിചാരണയ്ക്ക് വേണ്ടി എത്തുന്നത്. അവന്റെ കോടതിയിലേക്കാണ് മനുഷ്യർ ഒന്നാകെ ഒഴുകുന്നത്. ആരോ വിളിച്ച വിളിയാളം കെട്ടതുപോലെ ആ ദിവസത്തിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന മഹാസദസ്സിന്റെ ഗൗരവം, ആ മഹാസദസ്സിന്റെ ഗൗരവം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എല്ലാവരും നിരന്നവരും മരുഭൂമിയിൽ എന്ന രൂപത്തിൽ നിർത്തപ്പെടുന്ന ദിവസമാണ്. നിർത്തപ്പെടുന്ന ദിവസം. ആ ദിവസത്തിൽ എത്രയോ കോടാനുകോടി മനുഷ്യന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ
ഈ ലോകത്തിന്റെ നാശം സംഭവിക്കുന്ന ദിവസത്തിൽ അവസാനം മരിച്ചു വീഴുന്ന മനുഷ്യൻ വരെയുള്ള സർവ്വ മനുഷ്യരും ജീവജാലങ്ങളും ഒന്നാകെ ഒരൊറ്റ പ്രദേശത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുകയാണ്. ആരവരെ വിളിച്ചാലും എല്ലാവരും കേൾക്കുന്ന സംവിധാനം, എല്ലാവർക്കും എല്ലാവരെയും കാണാവുന്ന സംവിധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്മിഉഹുമുദ്ദായി, ആര് വിളിച്ചാലും എത്രയാളുണ്ടെങ്കിലും കേൾക്കും. വയൻഫുദുഹുൽ ബസർ, അവരുടെ കണ്ണുകൾ ഒരാളെയും മറയിടില്ല. എല്ലാവർക്കും എല്ലാവരെയും കാണാവുന്ന തുറന്ന മൈതാനമാകുന്ന മഹ്ശറിലെ നൃത്തം. വതദുനുശംസു, സൂര്യൻ മനുഷ്യനോട് ഏറെ അടുത്തു വരുന്ന പ്രത്യേക സംവിധാനം. ഫയബ്ലുഗുന്നാസ് മിനൽ ഗമ്മി വൽ കർബ്, മനുഷ്യനെന്ന വല്ലാത്ത വെപ്രാളത്തിലാണ്, വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത മനോസങ്കടത്തിലാണ്. മാ ലാ യുതീഖൂൻ വലാ യഹ്തമിലൂൻ, സഹിക്കാനാവാത്ത ദിവസമാണ്, ചിന്തിക്കാൻ പോലും നമുക്കാവാത്ത ദിവസമാണ്. അത്രത്തോളം ഘനഗംഭീരമായ ഭീകരമായ ബീഭത്സമായ ഒട്ടേറെ ദൃശ്യങ്ങൾ കാണേണ്ടി വരുന്ന, കേൾക്കേണ്ടി വരുന്ന, ഏറ്റവും മനുഷ്യന്റെ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന, കണ്ണുകൾ തുറിച്ചു പോകുന്ന, ശിരസ്സുകൾ പേടിച്ചരണ്ടുകൊണ്ട് താഴ്ന്നു പോകുന്ന, കണ്ണുകളാകെ പേടിച്ചരണ്ടുകൊണ്ട് പ്രത്യേകമായ ദിശയിലേക്ക് നോട്ടം തുറിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവരും നഗ്നപാതരായി, അതുപോലെ തന്നെ നമ്രശിരസ്കരായി, ആരും കാലിൽ ചെരുപ്പ് പോലും അണിഞ്ഞിട്ടില്ല. യുഹ്ശറൂൻ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തുറന്ന മൈതാനത്ത് ഞാനും നിങ്ങളും വന്ന് നിൽക്കുന്നത് തുഹ്ശറൂന ഹുഫാതൻ ഉറാതൻ ഉർലാ, അവിടെ എല്ലാവരും നഗ്നപാതരാണ്, അതുപോലെ തന്നെ പരിപൂർണ നഗ്നരാണ്, ചേലാകർമ്മം ചെയ്യപ്പെടാത്ത നിലക്ക് ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള അതേ രൂപത്തിലതാ സർവരും അതാ മഹ്ശറിൽ നിൽക്കുകയാണ്. ഉടുതുണിയില്ലാതെ എല്ലാവരും പരസ്പരം കാണുന്ന നിലക്കുള്ള ആ നൃത്തം എന്ന് പറഞ്ഞപ്പോൾ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ സങ്കടത്തോടെ ചോദിച്ചു റസൂലുള്ളാഹിയോട്, യാ റസൂലല്ലാഹ്, അർരിജാലു വന്നിസാഉ യൻളുറു ബഅ്ദുഹും ഇലാ ബഅദ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ എല്ലാവരും കാൺകനഗ്നരായി നിൽക്കുന്ന ഭീകരമായ ആ നൃത്തത്തിന്റെ രംഗത്ത് റസൂലേ, ആണും പെണ്ണുമൊക്കെ പരസ്പരം കാണില്ലേ, ഔറത്തുകൾ നോക്കില്ല നബിയെ? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, ആയിഷ, അൽ അംറു അശദ്ദു മിൻ അൻ നുഹിമ്മഹും ദാക്കി, ആയിഷ, നീ എന്താണ് വിചാരിക്കുന്നത്? അന്ന് അത് ചിന്തിക്കുന്ന ദിവസമല്ല, അന്ന് ആളുകൾക്ക് എന്ത് ഔറത്തിന്റെ ചിന്ത, ആളുകൾക്ക് എന്ത് വേറെ രൂപത്തിലുള്ള വികാര വിചാരങ്ങളില്ല. എല്ലാവരും നഫ്സി, എനിക്കെന്ത് സംഭവിക്കാൻ പോകുന്നു? കാരണം നരകമാണ് മുന്നോട്ട് നോക്കിയാൽ കാണുന്നത്, ഇടത്തും വലത്തും നരകമാണ് കാണുന്നത്, ഭീകരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. മഹാന്മാരായ അമ്പിയാക്കൾ പോലും യാ റബ്ബി സല്ലിം, യാ റബ്ബി സല്ലിം, നാഥാ രക്ഷപ്പെടുത്തേണമേ, എന്നെ രക്ഷപ്പെടുത്തേണമേ എന്ന് പറയുകയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായത്തെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കേഴുന്ന രംഗം, ഈ രൂപത്തിലുള്ള ഏറ്റവും വലിയ ഒരു രംഗം വരാനിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കേൾക്കാത്തവരല്ല നാം, ഇതൊന്നും അറിയാത്തവരല്ല നാം, ഇതൊന്നും കേട്ടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യാത്തവരല്ല നാം. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ സുഖങ്ങളുടെയും സൗകര്യങ്ങളുടെയും കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറക്കുകയാണതല്ല, പിശാച് നമ്മെ മറപ്പിക്കുകയാണ്. നന്മയുടെ ഏത് കാര്യങ്ങൾ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴും അന്ത്യനാളിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്ന് എടുത്തു പറയുന്നത് കാണാം. ആർക്കെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ ഫൽയുക്രിം വൈഫഹു, അതിഥിയെ ആദരിക്കട്ടെ. ആർക്കെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ കുടുംബബന്ധം ചേർക്കട്ടെ. ആർക്കെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ആർക്കെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ടെങ്കിൽ അയൽക്കാരോട് നന്മ ചെയ്യട്ടെ. ഏത് പുണ്യകാര്യങ്ങൾ പറയുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പടച്ചവനെ പേടിയുണ്ടോ, പരലോകത്തെ പേടിയുണ്ടെങ്കിൽ ചെയ്തോളണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റാൻ ആർക്കാണ് സാധിക്കുക? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം നാവുകൊണ്ട് പറയുന്നവർക്ക് അതിന് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ് ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക്
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിക്കാൻ നമുക്ക് തോന്നണമെങ്കിൽ ഈ വിശ്വാസം വേണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പരലോകബോധമുള്ളതുകൊണ്ടാണ് മനുഷ്യൻ നന്മയിലേക്ക് മുന്നേറുന്നത്. പരലോകമുള്ളതുകൊണ്ടാണ് മനുഷ്യൻ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏതൊരു രൂപത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴും മനുഷ്യ നീ ഓർത്തോ, മനിഖ്തത ഹഖ്ഖംരീൻ മുസ്ലിമിൻ ബിയമീനിഹി ഫഖദ് ഔജബല്ലാഹു ലഹുന്നാറ വഹറമ അലൈഹിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തിന്മകളിൽ നിന്ന് മനുഷ്യനെ വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്ന നിലക്കൊരു ഉദാഹരണം പറയുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റേതെങ്കിലും ഒരു മനുഷ്യന്റെ ഏതെങ്കിലും നിലക്കുള്ള അവകാശങ്ങളെ കവർന്നെടുത്താൽ, അല്പമെങ്കിലും ഏതെങ്കിലും ഒരാളുടെ അവകാശങ്ങളെ ധ്വംസിച്ചാൽ, കവർന്നെടുത്താൽ, ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, നരകം അവന് നിർബന്ധമായി കഴിഞ്ഞു. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ നിഷിദ്ധമായി. ഈ വാചകം അങ്ങ് കേട്ടപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, വഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളൊരാളുടെ ധനം നമ്മുടെ കയ്യിൽ വന്നത്, ആരുടെയെങ്കിലും അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലേക്ക് വന്നത്, ആരുടേതെങ്കിലും അന്യായമായത് നമ്മിലേക്ക് വന്നു ചേർന്നത് വളരെ നിസ്സാരമാണെങ്കിലോ നബിയെ, ആ നിസ്സാരമായതുകൊണ്ടും നരകത്തിലേക്ക് പോകുമോ? നിസ്സാരമായ നിലക്കുള്ള അവകാശങ്ങൾ പിടിച്ചുവെച്ചാലും നരകം എനിക്ക് നിർബന്ധമാകുമോ? സ്വർഗം നിഷിദ്ധമാകുമോ? സഹാബിമാരുടെ സംശയമാണ്. നന്മയുടെ കാര്യത്തിൽ മുന്നേറുന്ന തിന്മ എന്ന് കേൾക്കുമ്പോൾ പേടിച്ചു വിറക്കുന്ന സഹാബത്ത് ചോദിച്ചറിയുകയാണ്, പ്രവാചകരെ, ഒരു അണുത്തൂക്കമെങ്കിലും, ഒരു ചെറിയ ഒരു കാര്യത്തിലെങ്കിലും ആരുടെയെങ്കിലും അവകാശങ്ങളെ ഞങ്ങൾ കൈയിട്ട് വാരിയാൽ, ആരുടെയെങ്കിലും അവകാശങ്ങളെ ഞങ്ങൾ കൈയടക്കിയാൽ ശിക്ഷിക്കപ്പെടുമെന്നാണോ എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അതെ അതേ സഹാബിമാരെ, വഇൻ കാന ഖദീബൻ മിൻ അറാഖ്, ഒരു വിലയും കൽപ്പിക്കാത്തൊരു വസ്തുവല്ലേ ഒരു അറാഖിന്റെ കഷ്ണം. പല്ല് തേക്കാൻ ഉപയോഗപ്പെടുത്തുന്ന, ദന്തശുദ്ധീകരണത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഉണങ്ങിയ അറാഖിന്റെ ഒരു കഷ്ണമാണ് അന്യായമായി നിന്റെ കൈവശം ആരുടേതെങ്കിലും പറ്റിയിട്ടുള്ളതെങ്കിൽ ഔജബലക്കന്നാർ, നരകം നിനക്ക് നിർബന്ധമായി കഴിഞ്ഞു. ഹറമ അലൈക്കൽ ജന്ന, സ്വർഗം നിനക്ക് നിഷിദ്ധമായി കഴിഞ്ഞു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇത്രയും വളരെ ഗംഭീരമായ നിലക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപകമായ നിലക്ക് പറഞ്ഞു തരുമ്പോൾ എത്ര പേരുടെ അവകാശങ്ങളും കൈയടക്കിക്കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ അഭിമാനങ്ങളെ ക്ഷതപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. എത്ര പേരുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന നാവുകളുമായിട്ടാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കുക, ഇസ്ലാം പറയുന്നത് ആ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം നിന്നെ ഏറ്റവും കൂടുതൽ തിന്മയിൽ നിന്ന് മടക്കേണ്ടത്, നന്മയിലേക്ക് നിന്നെ നയിക്കേണ്ടത് എല്ലാം എഴുതപ്പെടുന്നു എന്ന ബോധമാണ്. എല്ലാം എഴുതപ്പെടുന്നു എന്ന ബോധമാണ്. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിനെ സംബന്ധിച്ചിടത്തോളം നീതിയുടെ ത്രാസുകൾ അല്ലാഹു വന്നു വെക്കുന്ന ദിവസമാണ്. ഫലാ തുദ്ലമു നഫ്സുൻ ശൈആ, ഒരു ആത്മാവിനോടും അതിക്രമമോ അനീതിയോ പ്രവർത്തിക്കപ്പെടുന്നതല്ല. എന്നിട്ടല്ല പറയുന്ന വാചകം, വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത്. അല്ലാഹു തആല പറയുന്നത്, വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയോളം തൂക്കമാണ്, ഒരു കടുകുമണിയോളം തൂക്കമാണ് നിന്റെ അമലുകളെങ്കിലും അതൈനാ ബിഹാ, നാം അത് മഹ്ശറിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതാണ്. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ നടത്താൻ നമുക്കൊരു കൂട്ടുവേണ്ട, വിചാരണ നടത്താൻ നമുക്കൊരാളുടെ സഹായം വേണ്ട, എല്ലാം വിചാരണ നടത്താൻ ഞാൻ തന്നെ മതി. എനിക്കത് നിസ്സാരമാണ്, എനിക്കത് എളുപ്പമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ബോധമാണ് പ്രിയപ്പെട്ടവരെ നാം ആക്കേണ്ടത്. ഈ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. ഇപ്പോഴും അതാ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്?
അവന്റെ നാവുകൾ കൊണ്ട് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അവന്റെ നാവുകൾ അത് ദുരുപയോഗപ്പെടുത്തുകയാണ്. എത്രയോ ആളുകളെ സംബന്ധിച്ച് അപരാധങ്ങൾ പറയുകയാണ്. ഇങ്ങേപ്പുറത്തെ രാഷ്ട്രീയക്കാരൻ അങ്ങേ രാഷ്ട്രീയക്കാരൻ അവമതിക്കുകയാണ്, തിരിച്ചിങ്ങോട്ടും നടത്തുകയാണ്, അനാവശ്യമായ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുകയാണ്. നേരം രാവേറെ കഴിയുവോളവും അവൻ ക്രിക്കറ്റിന്റെ ജ്വരത്തിലാണ്. പടച്ച റബ്ബിനെ പോലും ഓർമ്മയില്ലാതെ അതായി കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇനിയും വരുന്ന ദിവസങ്ങളിൽ മഗ്രിബിന് ജമാഅത്ത് നടക്കുന്ന നേരത്ത്, ഇശാ ജമാഅത്ത് നടക്കുന്ന നേരത്ത് പോലും അതാ ഈ പ്രത്യേകമായ സംവിധാനങ്ങളുമായി ഓടുന്ന കളിക്കാരുടെ പിറകെ കണ്ണും നട്ട് കാത്തിരുന്നുകൊണ്ട് നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന്മാര്, കളിക്ക് വേണ്ടി അതാ കാര്യത്തിന്റെ ബോധത്തെ സംബന്ധിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന മനുഷ്യന്മാര് അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ എന്ത് തന്നെ ചെയ്താലും അല്ലാഹു നിന്നെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അത്തൈനാബിഹാ, നാം അത് കൊണ്ടുവരും കേട്ടോ. മഹ്ശറിൽ നിന്റെ കർമ്മങ്ങൾ വിചാരണക്കെടുക്കുന്ന ദിവസം, നിന്റെ കർമ്മങ്ങൾ തൂക്കുന്ന ദിവസം, ആ കർമ്മങ്ങളുടെ റെക്കോർഡ് നിന്റെ മുമ്പിലേക്ക് വൗദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓതിക്കഴിഞ്ഞ സൂറത്തുൽ കഹ്ഫ്, ആ ഗ്രന്ഥം അങ്ങ് നിവർത്തപ്പെടുന്ന ദിവസം, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹിസാഹാ, ഒന്നും രേഖപ്പെടുത്തപ്പെടാതെ പോയിട്ടില്ലല്ലോ. സ്വകാര്യമായി ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ട ഹറാമുകൾ, ആരുമറിയാതെ വാതിലടച്ചിരുന്ന് ഞാൻ കണ്ട് രസിച്ചവ, ഞാൻ കേട്ട് രസിച്ചവ മുഴുവൻ ഇതിൽ കാണുന്നുവല്ലോ. ഇതെന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ എന്ന് പറയുന്ന ദിവസം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ദിവസത്തെ ഓർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ബലാ വറബ്ബീ ലതുബഅസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ. നിങ്ങൾ ചിന്തിക്കേണ്ട, അല്ലാഹു കാണുന്നില്ല, കേൾക്കുന്നില്ലെന്ന്. റബ്ബെല്ലാം അറിയുന്നു. നിങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് മഹ്ശറിലേക്ക് എത്തിക്കുന്ന ദിവസം നിങ്ങൾക്ക് മുമ്പിൽ എല്ലാം പ്രദർശിപ്പിക്കപ്പെട്ട് എല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാ പ്രതിഫലവും നിങ്ങൾക്ക് തന്നെ തരും കേട്ടോ. വദാലിക അലല്ലാഹി യസീർ. റബ്ബിനത് വളരെ എളുപ്പമാകുന്നു. ഈ ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും ഈ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ ബോധത്തോടുകൂടെ ജീവിച്ചാലേ നമുക്ക് നാളെ ഖബറിലും മഹ്ശറിലും സന്തോഷമുണ്ടാവുകയുള്ളൂ. ആ നിലയ്ക്ക് യൗമുൽ ആഖിറത്തിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ബോധം, നന്മയിലേക്ക് നയിക്കുന്ന നിലക്കുള്ള ബോധം, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ബോധം നമ്മിലെല്ലാം സദാ നിലനിർത്തിക്കൊണ്ട് സർവശക്തനായ നാഥൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി الفائزين برضا الله അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവേ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ എല്ലാവരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും വിജയം കുടിക്കൊള്ളുന്നത് പാരത്രികമായ ജീവിതം വരാനുണ്ട് എന്ന ബോധത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ മാത്രമാണ്. നാം ആർക്കൊക്കെയോ വേണ്ടി പരലോകം മറക്കുകയാണ്. ആരുടെയൊക്കെയോ പ്രീതിക്ക് വേണ്ടി പരലോകം മറക്കുകയാണ്. ആരെയൊക്കെയോ വളർത്തുവാനും പരിപാലിക്കുവാനും വേണ്ടി സത്യത്തെ ബലികഴിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മനുഷ്യ, നീ ഏറ്റവും സ്നേഹിക്കുന്നു നിന്റെ മക്കളെ. മക്കൾ ബാപ്പമാരെ സ്നേഹിക്കുന്നു, ബാപ്പമാര് മക്കളെ സ്നേഹിക്കുന്നു. പക്ഷേ ശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണേ. വഖ്ശൗ യൗമാ, ഒരു ദിവസത്തെ നിങ്ങൾ നന്നായി പേടിച്ചോളണം. ആ ദിവസത്തിന്റെ പ്രത്യേകത, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവും തന്റെ സന്താനത്തിന് ഒന്നും കൊടുക്കാത്ത ദിവസമാണ്. ഒരു പിതാവിനും തന്റെ സന്താനത്തിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാനാവില്ല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ, ഒരു സന്താനത്തിനും തന്റെ ഉപ്പാക്ക് വേണ്ടി ഒന്നും ചെയ്യാനുമാവില്ല. ആ നിലക്ക് അവരവരുടെ കർമ്മങ്ങളില്ലെങ്കിൽ, സാലിഹീങ്ങളായി ജീവിച്ച് മുഅ്മിനുകളായി മരിച്ചുപോയിട്ടില്ലെങ്കിൽ, മുഅ്മിനുകളായി മരിച്ചുപോയവർക്ക് മക്കൾ ഉപകരിക്കും, അവർക്ക് മാതാപിതാക്കൾ പരസ്പരം ഉപകരിക്കുന്നുണ്ട്. പക്ഷേ മുഅ്മിനല്ലാതെ ജീവിച്ചു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ
ഇവിടെ ഉപകരിക്കുന്നതൊന്നും അവിടെ ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയം അല്ലാഹുവിന്റെ വാഗ്ദത്തം അത് സത്യമാണ്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലോകം നശിക്കും, നിങ്ങളെല്ലാവരും എന്റെ അടുക്കലേക്ക് തിരിച്ചു വരുമെന്ന്. ഇലൈനായിയാബഹും, എന്റെ അടുക്കലേക്കാണ് അവരുടെ മടക്കം. സുമ്മയിൻ അലൈനാ ഹിസാബഹും, അവരുടെ വിചാരണ നമ്മുടെ മേലാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാഗ്ദത്തം സത്യമാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ എന്നെയും നിങ്ങളെയും തടയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ആയത്തുകൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കരുത് മനുഷ്യന്മാരെ. ഈ ലോക ജീവിതം നിങ്ങളെ ചതിക്കരുത്. ഈ ലോക ജീവിതത്തിന്റെ പളപളപ്പും മിനുമിനുപ്പും കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തെ പലപ്പോഴും മറക്കുന്നത്. അന്ത്യനാളിനെയും അവിടുത്തെ വിചാരണയെയും നിങ്ങൾ മറക്കുന്നത് ഈ ദുനിയാവിന്റെ പളപളപ്പും മിനുമിനുപ്പും കണ്ടുകൊണ്ടാണ്. വേണ്ട, അത് നിങ്ങളെ വഞ്ചിക്കും. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കരുത്. മറ്റൊന്ന് നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട് വഞ്ചിക്കാൻ, അവനെയും നിങ്ങളെ സൂക്ഷിക്കണം, അവനും നിങ്ങളെ വഞ്ചിക്കരുത്. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ഏറ്റവും വലിയ അതീവ വഞ്ചകനായ ചെകുത്താൻ, അവന്റെ ചതിയിലും നിങ്ങൾ പെട്ടുപോകരുത്. ശൈത്താന്റെ പ്രേരണകൾക്ക് വശംവദനായി ദുന്യാവിന്റെ സൗകുമാര്യങ്ങളും ദുന്യാവിന്റെ പ്രലോഭനങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ദുന്യാവിന്റെ സുഖസൗകര്യങ്ങളിൽ കണ്ണുമഞ്ഞളിച്ച് അന്ധാളിച്ചുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് തെമ്മാടിത്തത്തിലൂടെ ജീവിക്കുകയാണ് മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ദുന്യാവ് നിങ്ങളെ ചതിക്കും, ദുന്യാവ് നിങ്ങളെ ചതിക്കരുത്. ചെകുത്താൻ നിങ്ങളെ ചതിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവനാണ്, അതിന്റെ പ്രതിജ്ഞ എടുത്തവനാണ്. സൂക്ഷിച്ചോളണം, ആ വലിയ വഞ്ചകൻ, ആ മഹാവഞ്ചകൻ നിങ്ങളെ ചതിക്കാതിരുന്നു കൊള്ളട്ടെ. എപ്പോഴും സത്യവിശ്വാസികളുടെ മനസ്സിലേക്ക് ഇട്ടുതന്നിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്നായി ജീവിക്കണമെന്ന് വിചാരിച്ചാലും ചെകുത്താൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ശൈത്താനെ വെല്ലാൻ മാത്രമുള്ള ഈമാനികമായ ദൃഢത നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ മിന്നിത്തിളങ്ങണം. സർവശക്തനായ നാഥൻ നമുക്കതിന് കരുത്തു പകരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ സഹോദരങ്ങൾ രോഗശയ്യയിലാണ്, അല്ലാഹു അവർക്ക് ശമനം നൽകുമാറാകട്ടെ. എത്രയോ സഹോദരങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നും മരണപ്പെട്ട വാർത്തകളുണ്ട്, ഇന്നലെയുമുണ്ട്, പല ദിവസങ്ങളിലും ഉണ്ട്. ഉറ്റവരായ പല ആളുകളും കഥനഭാരം കൊണ്ട് സമനില തെറ്റിയ അവസ്ഥയിലുള്ളവരുണ്ട്. നാഥ, കുടുംബങ്ങൾക്ക് നീ ഏറ്റവും വലിയ ക്ഷമയും സഹനവും നൽകി നീ അവരനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ നീ സന്തോഷമാക്കി കൊടുക്കണമേ നാഥ. അവർ മുഖേന അവരുടെ രക്ഷിതാക്കൾക്ക് എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും അല്ലാഹുവേ നാളെ പരലോകത്ത് നീ നൽകണമേ നാഥ. اللهم اغفر لهم وارحمهم وعافهم واعف عنهم واكرم نزلهم ووسع مدخلهم واغسلهم بالماء والثلج والبرد ونقهم من الخطايا كما ينقى الثوب الابيض من الدنس. اللهم ابدلهم دارا خيرا من دارهم واهلا خيرا من اهلهم وزوجا خيرا من زوجهم وأدخلهم الجنة وأعذهم من فتنة القبر ومن عذاب النار يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أدم على دولة الإمارات الأمن والأمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا